മുതലാളിത്തം എങ്ങനെയാണ് ഡീഹ്യൂമനൈസേഷൻ നടത്തുന്നത്, അവമാനവീകരണം എന്ന് പറയുന്ന പ്രക്രിയ എങ്ങനെയാണ് ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മൂല്യങ്ങൾ ഉണ്ടാവുന്നത് അത് ശൂന്യതയിൽ നിന്നുണ്ടാവുന്നതല്ല, അത് സനാതനമായിട്ടുണ്ടാവുന്നതുമല്ല. ഓരോ കാലഘട്ടവും ഓരോ സാമൂഹ്യ വ്യവസ്ഥിതിയും മൂല്യങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്, നിലനിൽക്കുന്നതിൽ നിന്നും കൂടുതൽ ഉയർന്ന മൂല്യങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അത് രൂപം കൊണ്ട് അതിൻ്റെ പുരോഗമനകരമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് ഉയർന്ന മൂല്യങ്ങളെ സൃഷ്ടിക്കും. പക്ഷെ അതിൻ്റെ വളർച്ച അങ്ങെത്തി അത് ജീർണമായി കഴിയുമ്പോൾ, അത് മരണാസന്നമായി കഴിയുമ്പോൾ അതിന് നല്ലതൊന്നും സൃഷ്ടിക്കാനാവില്ല, അതിന് സമൂഹത്തെ മുന്നോട്ട് നയിക്കാനാവില്ല, വികസിപ്പിക്കാനാവില്ല, അതിന് നല്ല മൂല്യങ്ങളും സൃഷ്ടിക്കുവാനാവില്ല. മുതലാളിത്തത്തിൻ്റെ വളർച്ച സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ പരമോന്നത ഘട്ടം, സാമ്രാജ്യത്വത്തിൻ്റെ ഘട്ടം അത് എത്തിക്കഴിഞ്ഞു. അത് പിന്നെ ലെനിൻ്റെ കാലഘട്ടമായപ്പോൾ തന്നെ അതിൻ്റെ വളർച്ച അതിൻ്റെ പാരമ്യത്തിലെത്തി. പിന്നെ അത് പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല, അത് പിന്നെ ജീർണതകൾ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. ആ ജീർണതകൾ ഈ 100 വർഷം കൊണ്ട് എത്രമേലധികം ആ ജീർണത ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കുവാനായിട്ട് അതിന് സാധിച്ചു എന്നുള്ളത് ഇന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെയാണോ ഈ സാമൂഹ്യ വ്യവസ്ഥിതി സൃഷ്ടിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ക്രിമിനലുകളായി മാറുന്നത്? അവരെങ്ങനെയാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇരകളായിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുന്നവരായി മാറുന്നത്? മാതാപിതാക്കൾ എങ്ങനെയാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നിട്ട് സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ നിഷ്ഠൂരം കൊന്നൊടുക്കുവാൻ തയ്യാറാകുന്നത്? നമ്മുടെ വ്യവസ്ഥിതി ഇന്ന് സൃഷ്ടിക്കുന്ന, മുതലാളിത്തം എന്ന് സൃഷ്ടിക്കുന്ന സംസ്കാരം അതാണ്. മുതലാളിത്തം നമുക്കറിയാം, മുതലാളിത്തം വ്യക്തി താല്പര്യത്തിൻ്റെ, സ്വാർത്ഥതയുടെ, വ്യക്തി കേന്ദ്രീകരണത്തിൻ്റെ ആ ഒരു സംസ്കാരമേ മുതലാളിത്തത്തിന് സൃഷ്ടിക്കുവാനാവുകയുള്ളൂ.